അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട 5ാം ക്ലാസ്സിലെ കുട്ടികളെ, ലിസാനുൽ ഖുർആനിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റിവിഷൻ വീഡിയോ ഒന്നും ചെയ്യാൻ ഇനി സമയമില്ല, പരീക്ഷ അടുത്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മോഡൽ ചോദ്യപേപ്പറും അതിൻ്റെ കൂടെ പാഠഭാഗവും പറഞ്ഞിട്ട് നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നൂസിലു മാ യുനാസിബു, യോജിച്ചത് ചേർക്കാനാണ്. ഇവിടെ എന്തൊക്കെയുള്ളത്? ഖറഅത അഖദ്തി, ഖറഅതു ഇഷ്തറൈതു, അൻതദിറു അതഅല്ലമു, ശരിബിന ദഹബ തൽഅബാനി. ഒന്ന് ഡാഷ് ഹുമാ ഫിഅലാനി മുദാരിആനി ലിൽ മുഫ്രദിൽ മുതകല്ലിമി. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഹുമാ എന്ന് പറയുന്ന എത്ര ഉണ്ട്? 1 2 3. ഹുമാ എന്ന് പറഞ്ഞാൽ 2 എണ്ണം. അപ്പോൾ ഇവിടെ ജോഡിയായിട്ട് തന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഖറഅത അഖദ്തി, ഒന്ന് ഖറഅതു ഇഷ്തറൈതു, അൻതദിറു അതഅല്ലമു. ബാക്കിയൊക്കെ ഓരോന്നല്ലേ ഉള്ളൂ. ശരിബിന ദഹബിന ഒക്കെ ഒന്നേ ഉള്ളൂ. അപ്പോൾ ഇത് 3ആണ് ഇവിടെ 3 എണ്ണം വരിക. ഇനി അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. ഈ 3 എണ്ണം ഒരിക്കലും ഇവിടെ വരില്ല. കാരണം എന്താ? ഇവിടെ ഹുമ എന്ന് പറഞ്ഞാൽ 2 എണ്ണം. അപ്പോൾ 2 എണ്ണം ഉള്ളത് മാത്രമേ ഇവിടെ വരുള്ളൂ. അതാദ്യം ആ ട്രിക്ക് ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് പരീക്ഷയ്ക്ക് എവിടെ നിന്നാണ് ചോദിച്ചത് നമ്മൾ മനസ്സിലാക്കണം. ഏത് പാഠത്തു നിന്നാണ് ചോദിച്ചത്? അതെ, നമ്മളെ പുസ്തകത്തിലെ നദ്ഹബു സരീഅൻ എന്ന് പറയുന്ന 6ാമത്തെ പാഠത്തിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് ഈ ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, ഇവിടെ നിങ്ങൾ നോക്കുക. ഖറഅത പിന്നെ അഖദ്തി, ഹുമാ ഫിഅലാനി മാളിയാനി ലിൽ മുഫ്രദിൽ മുഖാത്തബി. എന്താ മാളി എന്ന് പറഞ്ഞാൽ എന്താ? മാളിയാനി എന്ന് പറഞ്ഞാൽ എന്താണ്? മാളി എന്ന് പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞു പോയൊരു കാലം. അതായത് ഇപ്പം നമ്മൾ ഇന്നലെ മദ്രസയിൽ പോയി, ഇന്നലെ സ്കൂളിൽ പോയി. അപ്പോൾ നമ്മൾ പോയ സംഭവം, കഴിഞ്ഞു പോയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? മാളി പറയുക. ഇപ്പോൾ ചായ കുടിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, അങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് മാളി എന്ന് പറയുന്ന അറബിയിൽ. മുദാരി എന്ന് പറഞ്ഞാലോ, വരാനിരിക്കുന്ന കാര്യം. നാളെ ഞാൻ സ്കൂളിൽ പോകും, നാളെ മദ്രസയിൽ പോകും, നാളെ ഉമ്മയുടെ വീട്ടിലേക്ക് പോകും. ഇങ്ങനെ വരാൻ പോകുന്ന കാര്യത്തിലേക്ക് പറയാൻ വേണ്ടിയിട്ടാണ് മുദാരി ഉപയോഗിക്കുക. അതിരിക്കട്ടെ. പിന്നെ മുഫ്രദ് മുഖാത്തബ് എന്ന് പറഞ്ഞാൽ എന്താ മുഖാത്തബ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട, ഈ പാഠത്തിൽ നമ്മൾ ഈ പെട്ടി ഉണ്ടല്ലോ, ഇത് നിർബന്ധമായും ശരിക്കും മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ഏത് ചോദ്യത്തിനും ഉത്തരം എഴുതാൻ കഴിയും. നോക്കി, ഇവിടെ മാളി, ഇവിടെ മുദാരി, ഇവിടെ മാളി, ഇവിടെ മുദാരി ഉണ്ട്. ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അതായത് കത്തബ എന്ന് പറഞ്ഞാൽ എഴുതി എന്നർത്ഥം. കത്തബ എന്ന് പറഞ്ഞാൽ എഴുതി. അപ്പോൾ കത്തബ ഇവിടെ കണ്ടോ? കത്തബ കത്തബ കത്തബു കത്തബത്ത് കത്തബത്ത കത്തബിന കത്തബ്ത കത്തബ്തുമ കത്തബ്തും കത്തബ്തി കത്തബ്ന കത്തബ്തുമിന കത്തബ്തു കത്തബ്ന. കത്തബ എന്ന് പറഞ്ഞാൽ അവന് ഒരാൾ എഴുതി, ഒരാണ് എഴുതി. കത്തബ എന്ന് പറഞ്ഞാൽ അവർ 2 ആൾ എഴുതി. കത്തബു എന്ന് പറഞ്ഞാൽ അവർ കുറേ ആളുകൾ എഴുതി. ഇനി കത്തബത്ത്, അവളൊരു സ്ത്രീ എഴുതി. കത്തബത്ത, അവൾ 2 സ്ത്രീകൾ എഴുതി. കത്തബിന, അവർ കുറേ സ്ത്രീകൾ എഴുതി. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ഭാഗത്ത് ഫുള്ള് അവൾ എന്നർത്ഥം ഉണ്ടാവും, അല്ലെങ്കിൽ അവൻ അവൾ എന്നർത്ഥം ഉണ്ടാവുക. അപ്പോൾ ഒരാൾ എഴുതി, അവൻ ഒരാൾ എഴുതി എന്ന് പറയുമ്പോൾ കത്തബ എന്ന് പറയണം. അവർ 2 ആൾ എഴുതി എന്ന് പറയുമ്പോൾ ഈ ബാക്കൊരു അലിഫ് കൊടുക്കുക, അപ്പോൾ കത്തബ. അവർ കുറേ ആൾ എഴുതി എന്ന് പറയുമ്പോൾ ഈ അലിഫ് മാറ്റിയിട്ട് വാവ് കൊടുക്കുക, കത്തബു. കണ്ടോ? ഇപ്പോൾ ട്രിക്ക് മനസ്സിലായോ? ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം അവൻ ഒരാൾ, അവർ 2 ആൾ, അവർ കുറേ ആൾ. ഇനി അവളൊരു സ്ത്രീ എന്ന് പറയാൻ ഇതിലെ ഈ കത്തബയിലേക്ക് ഒരു താവ് കൊടുക്കുക, സുക്കൂനായ താവ്, അപ്പോൾ കത്തബത്ത്. പിന്നെ അതിലേക്ക് ഒരു അലിഫ് കൊടുക്കുക, കത്തബത്ത. പിന്നെ ഈ അലിഫ് മാറ്റിയിട്ട്, ഈ അലിഫും താവും മാറ്റിയിട്ട് എന്ത് ചെയ്യുക? കത്തബിന. അപ്പോൾ അവർ കുറേ സ്ത്രീകൾ എഴുതി. ഇനി അപ്പോൾ ഇതിനാണ് എന്ത് പറയുക? ഗായിബ് എന്ന് പറയുക. എന്താ പറയുക? ഗായിബ്. ഈ ഭാഗത്തുള്ളതിനാണ് ഗായിബ് എന്ന് പറയുക. ഗായിബ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ മീനിങ്ങിലൊക്കെ, അതിൻ്റെ അർത്ഥത്തിലൊക്കെ അവർ, അവൾ, അവൻ എന്ന അർത്ഥം ഉണ്ടാവും, അതിൻ്റെ അർത്ഥത്തിലൊക്കെ. പിന്നെ അതിൻ്റെ അടയാളം എന്താണ്? അതിൻ്റെ അടയാളത്തിൽ മറ്റൊരു അടയാളം എന്താണ്? പിന്നെ ഈ ഫോർമാറ്റാണ്. അഥവാ ഫഅല ഫഅല ഫഅലു ഫഅലത്ത് ഫഅലത്ത ഫഅലന. അപ്പം ഇനി ഏത് ഫേല് കിട്ടിയാലും, അഥവാ ഏത് അറബിയിലെ നമ്മൾ പറയുന്ന വാക്ക് കിട്ടിയാലും അത് നമുക്ക് ഈ ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ട് ചെല്ലാൻ കഴിയണം.
അപ്പോൾ ഇവിടെ കത്തബ 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 കത്തബു കത്തബത്ത് കത്തബത്ത കത്തബിന. ഇനി ലഇബ ആണെങ്കിൽ എങ്ങനെ പറയാം? ലഇബ ലഇബ ലഇബു ലഇബത്ത് ലഇബത്ത ലഇബിന. ജലസ ജലസ ജലസു ജലസത്ത് ജലസത്ത ജലസന. അപ്പോൾ എല്ലാം ഈ ഫോർമാറ്റിലാണ് വരിക. അത് പഠിച്ചു. ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരാളോട് നീ എഴുതി, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാൾ എഴുതി, അല്ലെങ്കിൽ നിങ്ങൾ കുറേ ആളുകൾ എഴുതിയിട്ടുണ്ട് എന്ന് നമ്മളെ മുമ്പിലുള്ള ഒരാളോട് നമ്മൾ എങ്ങനെ പറയും? അതാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ കണ്ടോ, കത്തബുത്ത കത്തബ്തുമാ കത്തബ്തും കത്തബ്തി കത്തബ്തുമാ കത്തബ്തുന്ന. എല്ലാത്തിലും എന്തുണ്ട്? താ ഉണ്ട്. താ തുമാ തും തീ തുമാ തുന്ന. ഇവിടെ നിങ്ങൾ നോക്കുക, ഇതെന്താണ്? താ തുമാ തും തീ തുമാ തുന്ന. ഈ താ എന്ന് ഒരു ഫേലിലേക്ക് ചേർക്കുമ്പോൾ ഒരു വാക്ക്, ഇപ്പോൾ കത്തബയിലേക്ക് താ എന്ന് ചേർത്തു. അപ്പോൾ എന്താണ് അർത്ഥം വരിക? തുമാ ചേർക്കുമ്പോൾ എന്താ അർത്ഥം വരിക? അത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കത്തബ എന്ന ഈ ഫേലിനെ ഇങ്ങോട്ട് ചേർത്താൽ കത്തബുത്ത എന്ന് വായിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം നീ എഴുതി എന്നാണ്. കത്തബ്തുമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടാൾ എഴുതി. ഇതൊക്കെ ആണുങ്ങൾക്ക്. ഈ വരി ഫുള്ള് ആണുങ്ങൾക്ക്, ഈ വരി ഫുള്ള് പെണ്ണുങ്ങൾക്ക്. മനസ്സിലായ? രണ്ടിൻ്റെയും മീനിങ് നീ എന്ന് തന്നെ അർത്ഥം. നീ എന്ന് വരും, നീ. അപ്പോൾ നീ ഒരാൾ എഴുതി, നിങ്ങൾ രണ്ടാൾ എഴുതി, നിങ്ങൾ കുറേ ആൾ എഴുതി. ഈ കത്തബ ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. കത്തബുത്ത കത്തബ്തുമ കത്തബ്തും. അടുത്ത കത്തബ്തി കത്തബ്തുമ കത്തബ്തുന്ന. അപ്പോൾ ഇവിടെ കത്തബ്തി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അർത്ഥം? നീ ഒരു പെണ്ണ് എഴുതി. കത്തബ്തുമ നിങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ എഴുതി. കത്തബ്തുന്ന നിങ്ങൾ കുറേ പെണ്ണുങ്ങൾ എഴുതി. ഈ രണ്ട് വരി ഉണ്ടല്ലോ, 6 മൊത്തം 6. ഇതിനാണ് മുഖാത്തബ് എന്ന് പറയാം. എന്താണ് മുഖാത്തബ്? മുഖാത്തബ്. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? മുഖാത്തബിൽ എപ്പോഴും അവസാനം എന്തുണ്ടാവും? താ തുമാത്തും തീ തുമാത്തുന്ന. ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒന്നുണ്ടാവും. ഒരു ട്രിക്ക് നിങ്ങൾ മനസ്സിലായിക്കോളൂ. ഒരു ഫേല് കിട്ടിയാൽ, നിങ്ങൾക്ക് ചോദ്യത്തിലൊരു വാക്ക് തന്നാൽ അതിൽ താ തുമാ അതിൻ്റെ അവസാനം താ തുമാത്തും തീ തുമാത്തുന്ന ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, അതെന്തായിരിക്കും? മുഖാത്തബായിരിക്കും. മുഖാത്തബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്ങിൽ, അതിൻ്റെ അർത്ഥത്തിൽ എന്തുണ്ടാവും? നീ എന്നുണ്ടാവും. അപ്പോൾ ഈ മുഖാത്തബിൻ്റെ ഓപ്പോസിറ്റ് എന്താ? മുഖാത്തബിൻ്റെ ഓപ്പോസിറ്റാണ് ഗായിബ്. എന്താ പറയുക? ഗായിബ്. ഈ ഗായിബിൻ്റെ മീനിങ്ങിൽ എല്ലാത്തിലും എന്തുണ്ടാകും? അവൻ അല്ലെങ്കിൽ അവൾ എന്നർത്ഥം ഉണ്ടാവും. അവൻ, അതിൻ്റെ അർത്ഥത്തിൽ അവൻ അല്ലെങ്കിൽ അവൾ എന്നർത്ഥം ഉണ്ടാവും. അപ്പം ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് നോക്കാം. ഇനി ഇവിടെ ഏത് ഫീൽ എടുത്താലും, അതായത് ഇനി നിങ്ങൾക്ക് ഏത്, ഇപ്പം ദഹബ പറഞ്ഞാൽ പോയി എന്നാണ്. അപ്പം നീ പോയി, ദഹബ്ത നിങ്ങൾ രണ്ടാൾ പോയി, ദഹത്തുമ ദഹത്തും, ദഹബ്തി ദഹബ്തുമ ദഹബ്തുന്ന. ഇനി ഖറഅ വായിച്ചു, ഖറഅത ഖറഅതുമ ഖറഅതും, ഖറഅതി ഖറഅതുമ ഖറഅതുന്ന. അപ്പോൾ മനസ്സിലായല്ലോ? നിങ്ങൾ ഇവിടെ ചോദ്യത്തിലേക്ക് നോക്കുക. കണ്ടോ, ഇവിടെ അവസാനം താ ഉണ്ടല്ലോ. അപ്പോൾ മനസ്സിലായി ഇത് മുഖാത്തബാണ്. പിന്നെ അഹത്തി ഇതുണ്ട്, എന്തുണ്ട്? ഇവിടെ തീ ഉണ്ട് അല്ലേ? അവസാനം താ തീ തുമാ തും തീ തുമാ തുന്ന. അതാണ് നമ്മൾ പഠിച്ച ഷോർട്ട്. അപ്പോൾ അതൊക്കെ എന്തിൻ്റെ ആണ്? മുഖാത്തബിൻ്റെ ആണ്. ഇനി നോക്കുക, ഇത് കണ്ടെത്താനുള്ള എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അവസാനം താ എന്നോ അല്ലെങ്കിൽ തീ എന്നോ അല്ലെങ്കിൽ തുമാന്നോ തും ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്? മുഖാത്തബാണെന്ന് മനസ്സിലായി. ഇനി ഇത് ഈ 3 വരിയിൽ ഇവിടെ മുഖാത്തബ് ഉള്ളത് കണ്ടോ? ഇവിടെയാണ് മുഖാത്തബ്. അപ്പം തന്നെ മനസ്സിലായി ഇതിൻ്റെ ഉത്തരം ഇതാണ്. അപ്പം എന്താ അർത്ഥം? ഹുമാ ഫിഅലാനി മാലിയാനി ലിൽ മുഫ്രദിൽ മുഖാത്തബി. അപ്പോൾ ഇത് രണ്ടും എന്താണ്? മാലിയായ ഫീലാണ്, മുഫ്രദ് മുഖാത്തബിലുള്ള മാലിയായ ഫീലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് മനസ്സിലായി. ഇനി നമ്മൾ നോക്കാം. ഇനി നമ്മൾ ലാസ്റ്റ് ഒന്നും കൂടി പഠിക്കാം. അതെന്താണ്? അപ്പോൾ താ തുമാ തും തീ തുമാ തുന്ന. ഓർത്തു വെച്ചല്ലോ, താ തുമാ തും തീ തുമാ തുന്ന. ഇനി ഞാൻ തു എന്ന് എഴുതാൻ പോകും. തു പിന്നെ നാ. അപ്പോ ഞാൻ എഴുതി. കത്തബ എന്ന് പറഞ്ഞാൽ എഴുതി എന്നർത്ഥം. കത്തബ എഴുതി. അപ്പൊ കത്തബ്തു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? കത്തബ്തു ഞാൻ എഴുതി. ഇനി കത്തബിന എന്ന് പറഞ്ഞാലോ? ഞങ്ങൾ എഴുതി. കത്തബിന. അപ്പൊ നേരത്തെ പറഞ്ഞു, ഇത് പറഞ്ഞു മിക്സ് ആക്കണ്ട. നേരത്തെ പറഞ്ഞോടുത്ത് എന്തില്ല? തൂ ഇല്ല. നേരത്തെ നമ്മൾ 6 ചെല്ലിയില്ലേ? താ തുമാ തും തീ തുമാ തുന്ന. അവിടെ എവിടെയും തൂ ഉണ്ടോ? ഇല്ല. അപ്പൊ തൂ വന്നാൽ എന്താ അർത്ഥം? തൂ വന്നാൽ ഞാൻ എന്നാണ് അർത്ഥം. ഞാൻ. അപ്പൊ കത്തബ്തു എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി. കത്തബിന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എഴുതി.
അങ്ങനെ ഏത് വാക്ക് കൊടുത്താലും അതിലേക്ക് തു ചേർത്ത ഞാൻ എന്നാണ് വരിക. അപ്പോൾ പിന്നെ ലൊറബ എന്ന് പറഞ്ഞാൽ അടിച്ചു, ലൊറബ്തു ഞാൻ അടിച്ചു, ലൊറബിന ഞങ്ങൾ അടിച്ചു, അങ്ങനെ ഏത് ഫീലും. അത് നിങ്ങൾ നോക്ക്, രണ്ടാമത്തെ നോക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ഞാൻ എന്ന അർത്ഥം വരുന്നതിന് എന്ത് പറയും? മുത്തക്കല്ലിം എന്ന് പറയും. എന്ത് പറയും? മുത്തക്കല്ലിം. മുത്തക്കല്ലിം. ഇപ്പൊ 3 ടേം അല്ലെങ്കിൽ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന് ഗായിബ്. ഗായിബ് 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 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥത്തിൽ എന്തുണ്ടാവും? അവൻ അല്ലെങ്കിൽ അവൾ, അവർ എന്നൊക്കെ ഉണ്ടാകും. പിന്നെ രണ്ടാമത് നമ്മൾ പഠിച്ചു മുഖാത്തബ്. മുഖാത്തബിലിന്റെ അർത്ഥത്തിൽ എന്തുണ്ടാകും? നീ 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 എന്നർത്ഥം ഉണ്ടാവും. പിന്നെ മൂന്നാമത് പഠിച്ചു മുത്തക്കല്ലിം. മുത്തക്കല്ലിം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നർത്ഥം ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ, ഞങ്ങൾ. മുഖാത്തബിലാണെങ്കിൽ നീ, നിങ്ങൾ, നിങ്ങൾ കുറെ ആളുകൾ, ഇങ്ങനെ അർത്ഥം ഉണ്ടാവും. അപ്പൊ ഈ 3 വിഭാഗം എന്താണ് ഉണ്ടാവും നമ്മളെ സർഫിൽ. അപ്പൊ അത് മനസ്സിലായി. ഇനി നിങ്ങൾ നോക്കുക, ഓരോന്നിന്റെയും അടയാളം പഠിച്ചു വെക്കണം. മുഖാത്തബിന്റെ അടയാളം എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. അതിൽ അവസാനത്തിൽ താ തുമ തും എന്നോ തീ തുമ തുന്ന എന്നോ ഉണ്ടാവും, പഠിച്ചു. പിന്നെ മുത്തക്കല്ലിമിലാണെങ്കിൽ തുടക്കത്തിൽ അവസാനത്തിൽ തു എന്നോ അല്ലെങ്കിൽ ന എന്നോ ഉണ്ടാവും. ഇനി നോക്കുക, ഗായിബ് ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും നോക്കുക നിങ്ങൾ. ഇപ്പൊ ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത എന്താ? ഖറഅതു ഇഷ്തറൈതു. അവസാനം തു ഉണ്ടല്ലോ. തു എവിടെ മാത്രമേ വരുള്ളൂ? മുത്തക്കല്ലിമിൽ മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇവിടെ മുത്തക്കല്ലിം ഉള്ളത് നോക്കുക. എവിടെ മുത്തക്കല്ലിം ഉള്ളത്? ദാ മുത്തക്കല്ലിം. അപ്പോൾ ഹുമാ ഫിഅലാനി മുലാരി ആനിൽ മുത്തക്കല്ലിമി, പിന്നെ ഹുമാ ഫിഅലാനി മാലി ആനിൽ മുഫ്രദിൽ മുത്തക്കല്ലിമി. ഇവിടെ 2 മുത്തക്കല്ലിമുണ്ട്. ഇനി ഇത് നമ്മൾ കണ്ടെത്തണം, ഏതാണ് നമുക്ക് വേണ്ടത്. അതേതാണ് മനസ്സിലാക്കുക? മാലി മുലാരി മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാലേ ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. മാലി എന്ന് പറഞ്ഞാൽ എന്താ? മുലാരി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. മാലിയായ ഫിഅലാണെങ്കിൽ അതിൻ്റെ പിന്നെ അധികവും എന്താ ഉണ്ടാവും? 3 അക്ഷരങ്ങൾ അധികം ഉണ്ടാവുക. 4 അക്ഷരം 5 അക്ഷരമൊക്കെ ഉണ്ടാവും. എന്നാലും നിങ്ങൾക്ക് എളുപ്പത്തിന് ഞാൻ പറഞ്ഞുതരാം. ഈ ഫോർമാറ്റ് ഉണ്ടാവുക, ഫഅല ഫോർമാറ്റ്. അപ്പൊ കതബ, ഖറഅ, ജലസ, ഇങ്ങനെ ലഅബ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫഅല ഫോർമാറ്റിലാണ് ഉണ്ടാവുക. എന്നാൽ മുലാരി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. മുലാരി എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? യഫ്അൽ ഫോർമാറ്റിലായിരിക്കും. യഫ്അലു. അപ്പൊ നേരത്തെ നമ്മൾ മാലിക്ക് പറഞ്ഞ ഏതാണ്? ഫഅല അല്ലെ? ഈ ഫഅലയിലെ 3 അക്ഷരം ഇവിടെ ഉണ്ട്. എവിടെ? ദാ ഫഅല, കണ്ടോ? ഈ 3 അക്ഷരം ഇവിടെ ഉണ്ട്. ഈ മാലിയിലേക്ക് എന്ത് കൂട്ടി? യാ കൂട്ടിയപ്പോൾ എന്തായത്? മുലാരി ആയത്. മനസ്സിലായില്ലേ? അപ്പൊ മാലിയായ ഫീലിലേക്ക് യാ കൂട്ടുമ്പോഴാണ് എന്തെന്ന് വരിക? മുലാരി ആവുക. ഇനി നിങ്ങൾ നോക്കുക, ഏത് മുലാരിയായ ഫീൽ എടുത്താലും അതിന്റെ തുടക്കത്തിൽ ഒന്നില്ലെങ്കിൽ യാ ഉണ്ടാവും, അല്ലെങ്കിൽ താ ഉണ്ടാവും. ഇനി അവസാനത്തെ ഞാൻ എന്ന അർത്ഥത്തിനാണെങ്കിൽ ഞാൻ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ എന്നുള്ള അർത്ഥത്തിനാണെങ്കിൽ നൂൻ ഉണ്ടാവും. മനസ്സിലായോ? ഇതാണ് പിന്നെ മുലാരിയായ ഫീലിന്റെ അടയാളങ്ങൾ. മനസ്സിലായില്ലേ? അപ്പൊ മുലാരിയായ ഫീൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. നോക്കൂ, ഇവിടെ ഞാൻ പറഞ്ഞു അവൻ, അവർ, 2 ആള്, ഇങ്ങനെ കത്തബ കത്തബ കത്തബ, ഇതൊക്കെ എന്താണ്? മാലിയാണ്. ഇനി അതിന്റെ മുലാരി, അതായത് അവൻ എഴുതും. ഇതിന്റെ എല്ലാത്തിനും തുടക്കത്തിൽ യാ ഉണ്ടെന്നോ? യാ ഉണ്ടോ? ഇവിടെ എല്ലാത്തിനും തുടക്കത്തിൽ എന്തുണ്ട്? താ ഉണ്ട്, പിന്നെ യാ ഉണ്ട്. അപ്പോൾ തുടക്കത്തിൽ യാओ അല്ലെങ്കിൽ താओ ഉണ്ടാവും. ഇനി ഇപ്പുറത്തേക്ക് വരിക. ഇത് ഫുള്ള് എന്താണ്? മുഖാത്തബാണ്. മുഖാത്തബ് പറഞ്ഞാൽ മനസ്സിലായി. അതിന്റെ അർത്ഥത്തിൽ നീ എന്നുണ്ടാവും. കത്തബ്ത നീ എഴുതി, കത്തബ്തുമ നിങ്ങൾ 2 ആൾ എഴുതി, കത്തബ്തു നിങ്ങൾ കുറെ ആൾ എഴുതി, കത്തബ്തി നീ ഒരു സ്ത്രീ എഴുതി, അങ്ങനെ വരും. അപ്പോ നീ എഴുതും എന്ന് എങ്ങനെ പറയും? തക്തുബു. നിങ്ങൾ 2 ആൾ എഴുതും, തക്തുബാനി. നിങ്ങൾ കുറെ ആൾ എഴുതും, തക്തുബൂന. നീ ഒരു സ്ത്രീ എഴുതും, തക്തുബീന. നിങ്ങൾ 2 സ്ത്രീകൾ എഴുതും, തക്തുബാനി. നിങ്ങൾ കുറെ സ്ത്രീകൾ എഴുതും, തക്തുബിന. കണ്ട, എല്ലാത്തിലും തുടക്കത്തിൽ താണ്ട്. ഇനി നോക്കുക, മുത്തക്കല്ലിമാണ് ഇത്. ഇതിനാണ് മുത്തക്കല്ലിം. അപ്പോൾ ഇത് ഗായിബിന്റെ പെട്ടി, ഇത് മുഖാത്തബിന്റെ പെട്ടി, ഇത് മുത്തക്കല്ലിമിന്റെ പെട്ടി. നമ്മൾ പഠിച്ചില്ലേ? അതായത് ഗായിബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥത്തിൽ അവർ എന്നോ അവൾ എന്നോ അർത്ഥം ഉണ്ടാവും. പിന്നെ മുഖാത്തബ് ആകുമ്പോൾ പിന്നെ അതിന്റെ അർത്ഥത്തിൽ നീ എന്നർത്ഥം ഉണ്ടാവും. പിന്നെ അതിന്റെ അവസാനത്തിൽ എന്തുണ്ടാവും? താ തുമാത്തും തീ തുമാത്തുന്ന എന്ന് പറയുന്ന അക്ഷരങ്ങൾ ഉണ്ടാവും. പിന്നെ മുത്തക്കല്ലിമാകുമ്പോൾ അവസാനം തു എന്നുണ്ടാവും, അല്ലെങ്കിൽ നാ എന്നുണ്ടാവും. മാലിയിൽ കത്തബ്തു കത്തബ്ന. ഇനി മുലാരി ആകുമ്പോൾ അക്തുബു നക്തുബു. എന്തേ മുലാരി എന്ന് പറഞ്ഞാൽ? ആ മുലാരി എന്ന് പറഞ്ഞ അർത്ഥത്തിൽ നോക്കിയിട്ടാണ് നമ്മൾ മുലാരി പറയാം. മുലാരി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വരാൻ പോകുന്ന കാലത്തിനാ പറയുക. അപ്പോൾ ഇത് ഫുള്ള് മുലാരിയാണ് നമ്മൾ പറയാൻ കാരണം എന്താ? തുടക്കത്തിൽ യാओ അല്ലെങ്കിൽ താओ അല്ലെങ്കിൽ അംസോ ഉണ്ടാവും. ഉണ്ടല്ലേ? അക്തുബു അല്ലെങ്കിൽ നക്തുബു.
പിന്നെ ഇതിന്റെ മീനിങ് നോക്കിയിട്ട് നമ്മൾ പറയും. മീനിങ് എന്താണ്? ഇതിന്റെയൊക്കെ മീനിങ് എന്തായിരിക്കും? കതബ എന്ന് പറഞ്ഞാൽ എഴുതിയെന്നാണെങ്കിൽ യക്തുബ് എന്ന് പറഞ്ഞാൽ എഴുതും എന്നായിരിക്കും. ഇത് ഫുള്ള് എഴുതുന്നായിരിക്കും. ഇവിടെ കതബ്തു ഞാൻ എഴുതി, അപ്പൊ ഞാൻ എഴുതും. കതബ്ന ഞങ്ങൾ എഴുതി, നക്തുബു ഞങ്ങൾ എഴുതും. മനസ്സിലായില്ലേ? ഇനി ഞാൻ പറഞ്ഞത് എന്താണ്? പിന്നെ ഗായിബിന്റെ അടയാളം. അപ്പൊ ഇത് രണ്ടിന്റെ അടയാളം പഠിച്ച പിന്നെ അതല്ലാത്തത് എന്താണ്? ഗായിബാണ്. അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. പിന്നെ മാലിയിൽ ഗായിബിന്റെ അടയാളം എന്താ? അവിടെ പ്രത്യേകിച്ച് കത്തബ. ഫസ്റ്റ് കത്തബ കത്തബ. അവിടെ എന്തില്ല? പുതിയ താവൊന്നുമില്ല. കത്തബു. കണ്ടോ? കത്തബ കത്തബ കത്തബു. ഒരു ഇവിടെ ഒന്നുമില്ല. പിന്നെ ഒരു അലിഫുണ്ട്, അവസാനം അലിഫ്, പിന്നെ വാവ്, പിന്നെ ഒരു സുക്കൂനുള്ള താവ് വരുന്നുണ്ട് അല്ലേ? കത്തബത്ത കത്തബിന. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ എവിടെയെങ്കിലും സുക്കൂനുള്ള താവ് വരുന്നുണ്ടോ? നോക്ക്, ഇതിൽ എവിടെയെങ്കിലും സുക്കൂനുള്ള താവ് വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ കത്തബത്ത് എന്ന് പറയുമ്പോൾ സുക്കൂനുള്ള താവ് വരുമ്പോൾ മനസ്സിലാക്കുക അതെന്താണ്? ഗായിബാണ്. പിന്നെ കത്തബത്ത അങ്ങനെ ഇവിടെ വരുന്നുണ്ട്. കത്തബ്തുമ എന്നാണ് ഇവിടെ. കത്തബത്ത എന്നല്ല ഇവിടെ കത്തബത്ത, ഇവിടെ പക്ഷെ ഇവിടെ കത്തബ്തുമ എന്നാണ്. മനസ്സിലായില്ലേ? അവിടെ തുമാന്നാ ചേർക്കുന്നത്, ഇവിടെ താ എന്നാണുള്ളത്. അത് ഓർത്തു വെക്കാം. അപ്പോൾ അത് മനസ്സിലായി. ഇനി നമ്മൾ നോക്കാം, ചോദ്യത്തിലേക്ക് നോക്കാം. നിങ്ങൾ പറയും. അപ്പൊ ഇത് നമ്മൾ പഠിച്ചു. ഖറഅത്ത അഖദത്തി പഠിച്ചു, ഖറഅത്തു ഇഷ്തറൈത്തു പഠിച്ചു. ഇത് നമുക്ക് കൺഫ്യൂഷൻ ആയത് അല്ലേ? ഖറഅത്തു ഇഷ്തറൈത്തു അന്തളിറു അതഅല്ലമു. ഇവിടെ അവസാനം താ ഉണ്ട് അല്ലേ? രണ്ടിലും താ ഉണ്ട്. രണ്ടിലും താവ് വരിക എവിടെയാണ്? താവ് വരിക, അവസാനം താവ് വരിക ഏതിനാണ്? മാലിക്കാണ്. അപ്പോൾ ഇതിൽ മാലി എന്ന് പറഞ്ഞ ഇവിടെ ഹുമാ ഫീലാനി മാലിയാനിൽ മുഫ്രദി മുത്തക്കലിം. അപ്പൊ മാലിയാണ് ഏത്? ഖറഅത്തു ഇഷ്തറൈത്തു. അപ്പോൾ ബാക്കിയുള്ള അന്തളിറു അതഅല്ലമായിരിക്കും എന്ത്? ഹുമാ ഫിയലാനി മുലാരി ആനിൽ മുഫ്രദി മുത്തക്കലിം. കാരണം അംസ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ അത് പഠിച്ചു. ഇനി നോക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പാഠം വളരെ പ്രധാനപ്പെട്ട പാഠം, അരക്കൊല്ല പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട പാഠമാണ് ഈ പാഠം, നദ്ഹബു സരിയാൻ എന്ന പാഠം. ഈ പാഠത്തിൽ നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗമാണ് ഇത്. ഇപ്പൊ ഇവിടുന്നാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത് ഖറഅത്ത അഖദത്തി. ആണോ? ഇതേ ചോദ്യം ചോദിച്ചു. ഹുമാ ഫിയലാനി മാലിയാനിൽ മുഫ്രദിൽ മുഖാത്തബി. പിന്നെ അടുത്ത് കണ്ടോ? ഖറഅതു ഇഷ്തറൈതു അഫ്ആലും മാലിയത്തുൽ മുഫ്രദിൽ മുത്തക്കല്ലിമി. അന്തളിറു അതഅല്ലമു ഹുമാ ഫിഅലാനി മുളാരിയാനിൽ മുഫ്രദിൽ മുത്തക്കല്ലിമി. അപ്പോൾ ഇത് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ഭാഗത്ത് നിന്ന് ആവർത്തിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. അതേപോലെ ഈ പാഠത്തിന് വരുന്ന ചോദ്യമാണ് ഇത് പൂരിപ്പിക്കാൻ. ഇത് ഇഷ്ടം പോലെ ചോദ്യ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് തന്നിട്ട് കുറച്ച് പൂരിപ്പിക്കാൻ. അപ്പോൾ ഇത് പൂരിപ്പിക്കാൻ ഒരു റിസ്ക്കും ഇല്ല. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചാൽ മതി. എങ്ങനെ? കത്തബ കത്തബ കത്തബു, കത്തബത്ത് കത്തബത്ത കത്തബിന, യക്തുബു യക്തുബാനി യക്തുബുന, തക്തുബ് തക്തുബാനി യക്തുബിന. പിന്നെ കത്തബത്ത് കത്തബ് ആദ്യം ഇങ്ങനെ ഈ ഫോർമാറ്റ് മാത്രം പഠിക്കുക. കത്തബ കത്തബ കത്തബു ഇങ്ങനെ പോയിട്ട് പിന്നെ കത്തബത്ത് കത്തബത്തുമ കത്തബ, പിന്നെ ഇങ്ങനെ കത്തബത്ത് കത്തബിന വരെ ചൊല്ലുക. പിന്നെ എക്തുബ് എക്തുബാനി എക്തുബുന, തക്തുബ് തക്തുബാനി എക്തുബിന, തക്തുബ് തക്തുബാനി എക്തുബുന എക്തുബ, ഇങ്ങനെ പോയിട്ട് അക്തുബിന് എക്തുബ് വരെ. പിന്നെ ഇത് നിങ്ങൾ പൊത്തി പിടിക്കുക, എന്നിട്ട് പഠിക്കുക. കത്തബ, അപ്പൊ ഇവിടെ എന്തായിരിക്കും? എക്തുബു. കത്തബ എക്തുബാനി, കത്തബു എക്തുബൂന, അങ്ങനെ. പിന്നെ ഇത് പൊത്തി പിടിക്കുക, എന്നിട്ട് ഇത് ഇങ്ങനെ ഇവിടെ ചെല്ലുക. എക്തുബ ആകുമ്പോൾ കത്തബ, എക്തുബാനി കത്തബ കത്തബ, പിന്നെ എക്തുബൂന കത്തബു, അങ്ങനെ ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തായി? ഇത് ഫുൾ സെറ്റായി. പിന്നെ നിങ്ങളൊരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ലബീബത്തുൻ വ ജുമാനത്തുൻ ഡാഷ് ബിൽ ഹബിൽ. ഇനി നമുക്ക് ഏതൊക്കെ ബാക്കിയുള്ളത്? ഇത് മൂന്നും കഴിഞ്ഞു. ഇനി ഷെരിബിന ദഹബ തൽഅബാനി. ലബീബത്തുൻ വ ജുമാനത്തുൻ ബിൽ ഹബിലി. ഇത് പിന്നെ ഇവിടെ ഷെരിബിന ദഹബ തൽഅബാനി ഉണ്ട്. മൂന്ന് വാക്കുണ്ട്. ഇതിന്റെ മീനിങ് അർത്ഥം അറിയെങ്കിൽ മാത്രമേ നമുക്ക് ഇത് പെട്ടെന്ന് എഴുതാൻ കഴിയുള്ളൂ. ഇനി അർത്ഥം അറിയില്ലെങ്കിൽ, അർത്ഥം അറിയാത്ത ഒരാൾക്കുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ലബീബ ജുമാന എന്ന് പറയുമ്പോൾ എത്ര ആളുണ്ട്? രണ്ടാളുണ്ട് അല്ലേ? രണ്ടാളുണ്ട് എങ്കിൽ, രണ്ടാൾ വന്നാൽ നമ്മൾ എന്ത് ചേർക്കണം? പിന്നെ അലിഫും നൂനും, അവസാനത്തിൽ അലിഫും നൂനുള്ള വാക്ക് എടുക്കതിൽ ഈ മൂന്നെണ്ണം നമുക്ക് ചേർക്കാനുള്ളത്. ഇതിൽ അവസാനം അലിഫും നൂനും വരുന്ന വാക്ക് ഏതാ? ഇതാണ് അവസാനം അലിഫും നൂനും വരുന്ന വാക്ക് അല്ലെ? തൽ അബാനി. അപ്പൊ ഇവിടെ തൽ അബാനിയ കൊടുക്കേണ്ടത്. കാരണം രണ്ടാൾ വരുന്ന സമയത്ത് എന്തായാലും അവസാനം അലിഫും നൂനുള്ള വാക്ക് കൊടുക്കണം. അപ്പൊ ലബീബത്തും ജുമാന തൽ അബാനി ബിൽ ഹബിലി. തൽ അബാനി പറഞ്ഞാൽ രണ്ടാൾ കളിക്കുക. അടുത്തത് മുസാഫിർ ഇല ദുബൈ. അപ്പൊ ദുബൈയിലേക്ക് പോവുക എന്നുള്ളത് എന്താ പറയാ? അറബി ദഹബ. ഇനി നോക്കുക. അൽ ബനാത്തു ഡാഷ് ഹൽ അലീബ. അൽ ബനാത്ത് പറഞ്ഞ പെൺകുട്ടികൾ എന്നാണ്. പെൺകുട്ടികൾ കുടിക്കുന്നു. അപ്പോൾ പെൺകുട്ടികൾ എന്നുള്ളതിന് എന്താ പറയുക? ഷെരിബിന. ഷെരിബിന കുടിക്കുന്നു. അവർ കുറെ പെൺകുട്ടികൾ കുടിക്കുന്നു. ഇനി നിങ്ങൾ നോക്കുക, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ ചോദ്യം, അതേ ചോദ്യം ഇവിടെ വന്നിട്ടുണ്ടോ? കണ്ടോ? അപ്പൊ നിങ്ങൾ ഇത് എന്ത് പഠിക്കണം? കത്തബ കത്തബ കത്തബു കത്തബത്ത്. നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ അതേ വാക്ക് തന്നെ ഇവിടെ തന്നുള്ളൂ, വേറെ ഫീലൊന്നും മാറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ല ഈ പാഠം വളരെ പ്രധാനപ്പെട്ടതാണ്. കത്തബ കത്തബ കത്തബു കത്തബത്ത് കത്തബത്ത കത്തബൻ, അങ്ങനെ പോയിട്ട് പിന്നെ കത്തബത്ത് കത്തബ കണ്ടോ? പിന്നെ എക്തുബ എക്തുബാനി. അപ്പൊ ആ ഭാഗം നിങ്ങൾ നന്നായി പഠിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ചോദ്യത്തെ പേപ്പറിന്റെ അടുത്ത ഭാഗം പിന്നീട് ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.